മുംബൈ സ്ഫോടന കേസ് പ്രതി യാക്കൂബ് മേമന്റെ വധശിക്ഷ നാളെ തന്നെ നടപ്പാക്കും. വധശിക്ഷ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് മേമൻ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. മേമനെ തൂക്കിലേറ്റാമെന്ന് ആഭ്യന്തര വകുപ്പ് രാഷ്ട്രപതിയോട് വ്യക്തമാക്കി. രാഷ്ട്രപതിക്ക് സമർപ്പിച്ച ദയാഹർജിയിൽ അല്പസമയത്തിനകം തീരുമാനം ഉണ്ടാകും. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം രാഷ്ട്രപതി അംഗീകരിച്ചാൽ നാളെ രാവിലെ 7 മണിക്ക് ശിക്ഷ നടപ്പാക്കും. വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം പുറത്ത് വന്നിരിക്കുന്നു. രാഷ്ട്രപതി അന്തിമ തീരുമാനം എപ്പോഴായിരിക്കും അറിയിക്കുക? ഏതെങ്കിലും തരത്തിൽ വധശിക്ഷയ്ക്ക് ഇളവ് നൽകാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ടോ? വിവരങ്ങൾ. മേഘ, ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം വേഗത്തിൽ തന്നെ രാഷ്ട്രപതി ഈ ഹർജിയിൽ തീരുമാനം എടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ യാക്കൂബ് മേമന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ ആകെ തടസ്സമായി ഉള്ളത് രാഷ്ട്രപതിക്ക് നൽകിയിരിക്കുന്ന പുതിയ ദയാഹർജിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ തീരുമാനം വേഗത്തിൽ വേണം എന്നൊരു ആവശ്യമുണ്ട്. രാഷ്ട്രപതി പ്രണബ് മുഖർജി ആകട്ടെ തനിക്ക് ലഭിച്ചിരിക്കുന്ന അപേക്ഷ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറി. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ തേടി ആഭ്യന്തര മന്ത്രാലയം ഇതിൽ തീരുമാനം അറിയിച്ചിരിക്കുന്നത് യാക്കൂബ് മേമൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന അപേക്ഷയിൽ പുതിയ കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ഇത് കഴിഞ്ഞ ഏപ്രിൽ മാസം തന്നെ ഈ അപേക്ഷ പരിഗണിച്ച് തള്ളിയതാണ്. ആ സാഹചര്യത്തിൽ പുതിയൊരു അപേക്ഷ ഇത് പരിഗണിക്കേണ്ട കാര്യമില്ല എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്. ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും രാഷ്ട്രപതി പ്രണബ് മുഖർജി തീരുമാനമെടുക്കുക. അല്പം മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളെ കണ്ടെങ്കിൽ പോലും ഈ ചോദ്യത്തോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഈ പുതിയ അപേക്ഷ തങ്ങൾ പരിഗണിക്കുന്നുവെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. സുപ്രീം കോടതിയാകട്ടെ യാക്കൂബ് മേമന്റെ എല്ലാ ഹർജികളും തള്ളുകയും ചെയ്തു. തിരുത്തൽ ഹർജിയുടെ ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന് കാണിച്ച് യാക്കൂബ് മേമൻ നൽകിയ ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് 3-അംഗ ബെഞ്ച് തള്ളിയത്. അങ്ങനെ യാക്കൂബ് മേമന് മുമ്പിലുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. നാളെ രാവിലെ 7 മണിയോടുകൂടി വധശിക്ഷ നടപ്പിലാക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. സന്തോഷ് സർലിംഗ് ആണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചത് സുപ്രീംകോടതി ശരിവച്ചു. ശിക്ഷ ജീവപര്യന്തമാക്കിയതിനെതിരെ കേന്ദ്ര സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. പ്രതികളായ മുരുകൻ, ശാന്തൻ, പേരൊരുവാളൻ എന്നിവരുടെ ശിക്ഷയാണ് സുപ്രീംകോടതി ശരിവച്ചത്. അഫ്ഗാൻ താലിബാന്റെ പരമോന്നത നേതാവ് മുല്ല ഒമർ കൊല്ലപ്പെട്ടതായി അഭ്യൂഹം. വിവരം അഫ്ഗാൻ സർക്കാർ സ്ഥിരീകരിച്ചെങ്കിലും റിപ്പോർട്ട് തെറ്റാണെന്ന് താലിബാൻ വ്യക്തമാക്കി. ശത്രു സംഘങ്ങളുമായുള്ള ഏറ്റുമുട്ടലിലാണ് മുല്ല ഒമർ കൊല്ലപ്പെട്ടതെന്നായിരുന്നു റിപ്പോർട്ട്. ഇത് 2ാം തവണയാണ് മുല്ല ഒമർ മരിച്ചതായി റിപ്പോർട്ട് വരുന്നത്. താലിബാൻ അംഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 2 വർഷം മുമ്പ് മുല്ല ഒമർ കൊല്ലപ്പെട്ടതായി നേരത്തെയും വാർത്തകൾ വന്നിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ പെരുന്നാളിന് താലിബാൻ ഒമറിന്റെ ആശംസാ സന്ദേശം പുറത്തുവിടുകയും ചെയ്തു. MI ഷാനവാസിനെതിരായ സിദ്ദിഖിന്റെ പരാതിയിൽ കഴമ്പില്ലെന്ന് KPCC കമ്മീഷൻ. ഷാനവാസ് ഗൂഢാലോചനയിൽ പങ്കാളിയല്ല. എന്നാൽ സിദ്ദിഖിന്റെ ഭാര്യയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നും വിവാഹമോചനം നിയമപരമല്ലെന്നും കമ്മീഷൻ കണ്ടെത്തിയതായി സൂചനയുണ്ട്. അന്തിമ റിപ്പോർട്ട് 10 ദിവസത്തിനകം സമർപ്പിക്കും. ടി സിദ്ദിഖിന്റെ ആദ്യ ഭാര്യ നസീമയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്നാണ് KPCC കമ്മീഷന്റെ കണ്ടെത്തൽ. ടി സിദ്ദിഖിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജാഗ്രത പുലർത്തിയില്ല. നിയമപരമായോ മതപരമായോ ആദ്യ ഭാര്യയിൽ നിന്ന് വിവാഹമോചനം നേടിയിട്ടില്ല. നഷ്ടപരിഹാരം നൽകിയിട്ടില്ലെന്ന നസീമയുടെ പരാതിയിൽ കഴമ്പുണ്ട്. വയനാട് MP MI ഷാനവാസ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പരാതിയെന്ന സിദ്ദിഖിന്റെ വിശദീകരണം കമ്മീഷൻ തള്ളി. ഷാനവാസിന് പരാതിയുമായി ഒരു തരത്തിലും ബന്ധമില്ല. അതേസമയം കരട് റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടി ശുപാർശയില്ലെന്നാണ് സൂചന. അന്തിമ റിപ്പോർട്ട് 10 ദിവസത്തിനകം KPCCക്ക് കൈമാറും. സിദ്ദിഖിനും ഷാനവാസിനും പുറമെ പ്രാദേശിക നേതാക്കളിൽ നിന്നും പരാതിക്കാരിയായ ആദ്യ ഭാര്യയിൽ നിന്നും കമ്മീഷൻ മൊഴിയെടുത്തിരുന്നു. KPCC വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി, മാന്നാർ അബ്ദുൾ ലത്തീഫ്, ബാബു പ്രസാദ് എന്നിവരാണ് കമ്മീഷൻ അംഗങ്ങൾ. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ മൃതദേഹം മധുരയിൽ നിന്ന് രാമേശ്വരത്ത് എത്തിച്ചു. മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. നാളെ രാവിലെ 10:30 ഖബറടക്കം നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ എന്നിവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ഓഫീസ് അറിയിച്ചു.
ജനകീയനായ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് രാജ്യം അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനിടെ ചട്ടങ്ങൾ മറികടന്ന് തനിക്കും പരിവാരങ്ങൾക്കും ഔദ്യോഗിക വാഹനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പിൻഗാമിയായ പ്രതിഭ പാട്ടീൽ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. മുൻ രാഷ്ട്രപതി ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്വകാര്യ വാഹനത്തിന് സർക്കാരിൽ നിന്ന് ഇന്ധന അലവൻസ് കൈപ്പറ്റുന്നതിന് പുറമെയാണ് ഔദ്യോഗിക വാഹനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. നഗരത്തിനു പുറത്തേക്ക് യാത്ര ചെയ്യാൻ തനിക്കും തന്നെ അനുഗമിക്കുന്ന ഉദ്യോഗസ്ഥർക്കും വാഹനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പൂനെയിൽ താമസിക്കുന്ന പ്രതിഭ പാട്ടീൽ മഹാരാഷ്ട്ര സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഈ ആവശ്യം മഹാരാഷ്ട്ര സർക്കാർ നിരസിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻ രാഷ്ട്രപതി കത്തയച്ചത്. കാർ ലഭിക്കുന്നതിനായി പാട്ടീലിന്റെ ഓഫീസ് നിരവധി തവണ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തിയെന്നും ഈ മാസം 3-നാണ് അവസാനമായി കത്തെഴുതിയതെന്നും ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നു. എന്നാൽ മുൻ രാഷ്ട്രപതിക്ക് ഔദ്യോഗിക വാഹനം നൽകുന്നത് ചട്ടലംഘനമാണെന്ന് മന്ത്രാലയം വിലയിരുത്തുന്നു. ചട്ടമനുസരിച്ച് മുൻ പ്രസിഡന്റുമാർക്ക് സൗജന്യമായി ഒരു കാറും അതിന്റെ പരിപാലന തുകയോ സർക്കാർ നൽകണം. അതല്ല സ്വകാര്യ കാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രതിമാസം 250 ലിറ്റർ ഇന്ധനവും സർക്കാർ നിരക്കിൽ ഡ്രൈവർക്ക് ശമ്പളവും സർക്കാർ നൽകും. പ്രതിഭ പാട്ടീലാകട്ടെ നിലവിൽ ഉപയോഗിക്കുന്ന സ്വകാര്യ വാഹനത്തിന് സർക്കാരിൽ നിന്ന് ഇന്ധന അലവൻസ് കൈപ്പറ്റുന്നുണ്ട്. സ്വകാര്യ വാഹനം ഉപയോഗിക്കുകയും അതിന് അലവൻസ് വാങ്ങിക്കുകയും ചെയ്യുന്നതിനാൽ മറ്റൊരു കാർ അനുവദിക്കാനാകില്ലെന്നാണ് സർക്കാർ നിലപാട്. അതേസമയം മാധ്യമങ്ങളുമായി സംസാരിക്കാൻ അനുവാദമില്ലെന്നാണ് പാട്ടീലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി GK ദാസിന്റെ പ്രതികരണം. പ്രതിഭ പാട്ടീലിന്റെ ആവശ്യത്തോട് അനുകൂല സമീപനമല്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് സൂചന. ചട്ടങ്ങളനുസരിച്ച് നടപടികളെടുക്കാൻ മഹാരാഷ്ട്ര സർക്കാരിന് നിർദ്ദേശം നൽകിയതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചു. തുടർച്ചയായ വിദേശയാത്രകളും രാഷ്ട്രപതിയായിരിക്കെ ലഭിച്ച അമൂല്യ സമ്മാനങ്ങൾ വിരമിച്ച ശേഷം പൂനെയിലേക്ക് കൊണ്ടുപോയ നടപടിയും പ്രതിഭ പാട്ടീലിനെ നേരത്തെ വിവാദങ്ങളിലാക്കിയിരുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ വിധവകൾക്കായി സർക്കാർ നൽകിയ ഭൂമി ഏറ്റെടുത്തതായിരുന്നു പ്രതിഭ പാട്ടീലിന്റെ മറ്റൊരു വിവാദ നടപടി. പ്രതിഷേധത്തെ തുടർന്ന് മുൻ രാഷ്ട്രപതിക്ക് ഈ ഭൂമി തിരികെ നൽകേണ്ടിയും വന്നു. ന്യൂസ് ഡെസ്ക്. പോലീസ് ഉദ്യോഗസ്ഥർ സാമുദായിക സംഘടന ഭാരവാഹിത്വം വഹിക്കുന്നത് സംബന്ധിച്ച് കേരള പോലീസിൽ ഇരട്ട നീതി. പോലീസ് അസോസിയേഷൻ സെക്രട്ടറി GR അജിത്തിനെ NSS കരയോഗം സെക്രട്ടറിയായി തുടരാൻ അനുവദിച്ച പോലീസ് സമാന സാഹചര്യത്തിൽ ജോർജ് കുട്ടി എന്ന SIക്ക് കാത്തലിക് മൂവ്മെന്റിൽ അംഗമാകാൻ അനുമതി നിഷേധിച്ചു. കരയോഗ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിയാൻ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ മെമ്മോയ്ക്ക് പുല്ലുവില കൽപ്പിച്ച് അജിത്തിനെ വീണ്ടും കരയോഗം സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു എന്ന് പോലീസ് റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച മുഴുവൻ രേഖകളും പീപ്പിൾ TVക്ക് ലഭിച്ചു. പിടിപാടുണ്ടെങ്കിൽ എങ്ങനെയും വളയുന്നതാണ് പോലീസിന്റെ നീതിയെന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. സംസ്ഥാന പോലീസിലെ സൂപ്പർ DGP ആണോ അജിത്തെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റുപറയാനുമാവില്ല. കാരണം കാര്യങ്ങളുടെ കിടപ്പുവശം ബോധ്യമാകണമെങ്കിൽ ഈ രേഖകൾ ഒന്ന് കാണുക തന്നെ വേണം. കവടിയാർ ശ്രീകൃഷ്ണവിലാസം NSS കരയോഗത്തിന്റെ സെക്രട്ടറിയായി തന്നെ തുടരാൻ അനുവദിക്കണമെന്ന് കാട്ടി DGPക്ക് അജിത്ത് അപേക്ഷ നൽകിയത് ഏപ്രിൽ 13-ന്. പിന്നെ കാര്യങ്ങൾ നീങ്ങിയത് ശരവേഗത്തിലാണ്. അനുമതി നിഷേധിക്കേണ്ട അപേക്ഷ ആഭ്യന്തര സെക്രട്ടറിക്ക് അയച്ചുകൊണ്ട് പഴയ പോലീസ് മേധാവി തന്റെ അജിത് ഭക്തി പ്രകടമാക്കി. ക്രിസ്ത്യൻ വിശ്വാസിയായ SI ജോർജ് കുട്ടി കാത്തലിക് മൂവ്മെന്റ് ഭാരവാഹിയാകാൻ അപേക്ഷ നൽകിയത് ഈ മാസം 16-ന്. അവിടെയും കാര്യങ്ങൾ നീങ്ങിയത് മിന്നൽ വേഗത്തിൽ തന്നെ. 24-ാം തീയതി DGP സെൻകുമാർ ചട്ടവും നിയമവുമെല്ലാം ഉദ്ധരിച്ച് ജോർജ് കുട്ടിയുടെ അപേക്ഷ നിരസിക്കുകയും ചെയ്തു. ഇനി GR അജിത്തിന്റെ കരയോഗം ഭാരവാഹിത്വം സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി പറയുന്നത് കേൾക്കുക. നേരത്തെ ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു. പിന്നീട് അത് പല കോണുകളിൽ നിന്നും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയതനുസരിച്ച് അത് പിൻവലിക്കുകയുണ്ടായി. ഞാൻ വായിച്ചു. പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ നിയമപരമായി നേരത്തെ ഒരു ക്യാബിനറ്റ് തീരുമാനം ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റിയെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. 1966-ലെ പോലീസ് ഫോഴ്സ് റെസ്ട്രിക്ഷൻ ആക്ട് ആഭ്യന്തരമന്ത്രി വായിച്ചിരുന്നുവെങ്കിൽ ഇപ്രകാരം പറയുമായിരുന്നില്ല. പോലീസുകാരനായി ഇരിക്കാനുള്ള അയോഗ്യതകൾ എന്ന തലക്കെട്ടിന് താഴെ പറയുന്നത് ഇങ്ങനെ: സാമൂഹിക സാംസ്കാരിക മത സാമുദായിക സംഘടനകളിൽ പ്രവർത്തിക്കാൻ പോലീസ് മേധാവി ആവശ്യപ്പെട്ടിട്ടും നിരസിക്കുകയാണെങ്കിൽ 2 വർഷം തടവും 2000 രൂപ പിഴയുമാണ് ശിക്ഷ. തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഞങ്ങൾ ആവർത്തിക്കുന്നു. പിടിപാടുണ്ടെങ്കിൽ എങ്ങനെയും വളയുന്നതാണ് പോലീസിന്റെ നീതി. S. ജീവൻകുമാർ, തിരുവനന്തപുരം. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ SNDP നീക്കം. BJPയെ സഹായിക്കാനാണ് SNDP പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. തീരുമാനം വെള്ളാപ്പള്ളി നടേശൻ BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷായെ അറിയിച്ചു.
SNDP BJPയുമായി കൂടുതൽ അടുക്കുന്നുവെന്ന് വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് VHP നേതാക്കളുടെ സാന്നിധ്യത്തിൽ അമിത്ഷായും വെള്ളാപ്പള്ളി നടേശനും ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ, തുഷാർ വെള്ളാപ്പള്ളി, VHPയുടെ മുതിർന്ന നേതാവ് അശോക് സിംഗാൾ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏതുതരത്തിൽ പരസ്പരം സഹകരിക്കാനാകും എന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. നേരിട്ട് പിന്തുണ നൽകുന്നതിന് പകരം SNDPയുടെ കീഴിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്ന ആശയമാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വച്ചത്. ഇരുവിഭാഗത്തിനും ശക്തിയുള്ള സ്ഥലങ്ങളിൽ പരസ്പരം പിന്തുണയ്ക്കും. BJPയുമായി സഹകരിക്കാൻ തയ്യാറുള്ള മറ്റ് ജാതി സംഘടനകളുടെ അഭിപ്രായം തേടാൻ അമിത്ഷാ നിർദ്ദേശം നൽകി. മറ്റ് സംഘടനകളുമായി സമവായം ഉണ്ടാക്കിയതിനു ശേഷം ചർച്ചകൾ തുടരാമെന്ന ധാരണയിലാണ് കൂടിക്കാഴ്ച അവസാനിച്ചത്. കേന്ദ്രം ഭരിക്കുന്ന BJPയോട് അയിത്തമില്ലെന്നും സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ BJP. അവർ തള്ളണമെന്ന് പറയാൻ എനിക്ക് ഭ്രാന്താണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി സവർണനാണോ? ഒരവർണനല്ലേ? ഒരവർണൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയായി ഇരിക്കുമ്പോൾ അത് കൊള്ളുകയില്ല എന്ന് പറയാൻ ഒരു വിനിയോഗക്കാരനെ എനിക്ക് സാധിക്കുമോ? അമിത്ഷായുമായി രാഷ്ട്രീയം ചർച്ച ചെയ്തെന്നും രാഷ്ട്രീയ സഖ്യത്തെ സംബന്ധിച്ച ചർച്ച ഉണ്ടായിട്ടില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റ് 15-ന് ശേഷം തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ തയ്യാറായില്ല. കേരളത്തിൽ BJPയെയും SNDPയെയും അടുപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങൾക്ക് RSSും VHPയുമാണ് ചുക്കാൻ പിടിക്കുന്നത്. BJPയുമായി പ്രത്യക്ഷ സഖ്യമുണ്ടാക്കുന്നത് അംഗങ്ങൾക്കിടയിൽ കടുത്ത ഭിന്നിപ്പുണ്ടാക്കുമെന്ന ഭയം SNDP നേതൃത്വത്തിനുണ്ട്. ഈ ഭയമാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് BJPയെ സഹായിക്കാമെന്ന വെള്ളാപ്പള്ളിയുടെ തന്ത്രത്തിന് പിന്നിൽ. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം M സന്തോഷ്. SNDPയുടെ RSS ബന്ധം ആത്മഹത്യാപരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ശ്രീനാരായണീയർ ഇത് അംഗീകരിക്കില്ലെന്നും കോടിയേരി പറഞ്ഞു. CPMനെതിരെ ഇപ്പോൾ ഉയർന്നുവരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്നും കോടിയേരി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. SNDP എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് SNDP തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ RSSുമായും BJPയുമായും ബന്ധപ്പെടുന്നത് ആത്മഹത്യാപരമായൊരു തീരുമാനമായിരിക്കും. അത്തരമൊരു ബന്ധം സ്ഥാപിച്ചാൽ RSS SNDPയെ വിഴുങ്ങും. അത് ശ്രീനാരായണീയ ഭക്തന്മാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. രോഗത്തെ പോലും BJPയും കോൺഗ്രസും രാഷ്ട്രീയമാക്കിയെന്ന് CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ പറഞ്ഞു. മനുഷ്യത്വ രഹിതമായാണ് തന്നോട് പെരുമാറിയതെന്നും ചികിത്സയ്ക്ക് ശേഷം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം P ജയരാജൻ വ്യക്തമാക്കി. CPMന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ചികിത്സക്കായി അവധി അനുവദിച്ച കാര്യത്തെ പോലും ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാനാണ് ചില മാർക്സിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളും അതുപോലെ പാർട്ടികളും പരിശ്രമിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ ചികിത്സ കഴിഞ്ഞ് ഞാനിപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഡോക്ടർമാർ വിശ്രമം വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വിശ്രമത്തിനിടയിലും കഴിയാവുന്ന നിലക്ക് പാർട്ടി ചുമതലകൾ ഞാൻ നിർവഹിക്കും. ചികിത്സയിൽ കഴിഞ്ഞ ഘട്ടത്തിൽ എനിക്ക് രോഗമില്ല. കേസ് നടപടികൾ ഭയന്ന് ഞാൻ ഒളിവിൽ പോയിരിക്കുകയാണ് എന്നൊക്കെ ചില ആളുകൾ പ്രചരിപ്പിക്കുകയുണ്ടായി. കണ്ണൂരിലെ മുൻ MP ആയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് ആ തരത്തിൽ പറയുന്നത് ഒരു ചാനലിലൂടെ ഞാൻ കേൾക്കുകയുണ്ടായി. കോൺഗ്രസ് നേതാക്കന്മാർക്ക് എത്രമാത്രം മനുഷ്യത്വരഹിതമായി നിലപാട് സ്വീകരിക്കാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണമാണ്.